ഹലോ, അസ്സലാമലൈക്കും. നമസ്കാരം. നിങ്ങള് ഇന്നലെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഇന്നലെ കുറെ വിളിച്ച് നിങ്ങൾ എടുത്താണ്ടില്ല. പിന്നെ നമ്മള് ആര് ആരാണ് ആള്? ഞാൻ മുഹമ്മദാണ്. അപ്പോ നിങ്ങള് ഉസ്താദ് പറഞ്ഞല്ലേ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞല്ലോ. ഞാൻ വിദേശത്ത് നിന്ന് വിളിച്ച സമയത്ത് നിങ്ങളൊന്നും പറഞ്ഞില്ല, നിങ്ങളെ വിഷയം പറഞ്ഞില്ല ഇതിനന്ന്. അല്ല, നമുക്ക് നേരിട്ട് നിങ്ങളിരുന്ന് പറഞ്ഞ വിഷയങ്ങളെ പറ്റി നമുക്കൊന്ന് അറിയാനുണ്ട്. നിങ്ങള് ഏത് വിഷയമാണ്? പിന്നെ നിങ്ങള് പറഞ്ഞ വിഷയവും പേരോട് ഉസ്താദിന്റെ ഇപ്പൊ അനുബന്ധമായി ആശയപരമായിട്ടുള്ള പല വ്യതിയാനങ്ങളും നമ്മൾ കണ്ടല്ലോ. അപ്പോ സംഘടനയിൽ പ്രവർത്തിച്ച ആള് എന്നുള്ള നിലയ്ക്ക് ആ വിഷയങ്ങളൊന്നും അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങളെ പോലുള്ള നേതാക്കന്മാരെല്ലാം ഒന്ന് പറഞ്ഞു തരണ്ടേ? നിങ്ങൾ ആരാണ് ആളെന്ന് പറഞ്ഞത്? എന്തോ ഞാൻ എസ്ഒഎസിന്റെ ഒരു പ്രവർത്തകൻ മാത്രമല്ല, അല്ലാതെ അങ്ങനെ വലിയ നേതാവ്. ആര്? നാട് എവിടെയാണ്? ഞാൻ നാട് അയ്യൂര്. അഴിയൂരാ? അതെ. ഏത് അഴിയൂര്? നമ്മളെ വടകര? ആ, അതെ അതെ അതെ. എന്നിട്ട് എന്താ നിങ്ങൾ സംശയം എന്താ പറഞ്ഞേ? അല്ല, ഉസ്താദിന്റെ അടുത്ത് നേരിട്ട് ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചില്ല. ഉസ്താദ് പറഞ്ഞ് ഫോണിൽ പറയണ്ട, നമുക്ക് നേരിട്ട് പറയാന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞ റെഡി തന്നെയാണ്. നിങ്ങൾ വിഷയം പറഞ്ഞതിന് ശേഷം ആ വിഷയം തന്നെയല്ലേ? അല്ല, അത് ആവശ്യത്തിനൊന്നും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞേ. അതെ, ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ഇന്ന് ഏറ്റവും അല്ല ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാനൊരു വേറെ സംസാരിക്കാനുള്ള അല്ല അത് അപ്പൊ അതിന് സമയം ചെലവാക്കണ്ടായിരുന്നു. എന്താ അല്ല, ഒരു അരമണിക്കൂർ മതി. അതിൽ കൂടുതലൊന്നും തരണ്ട. നിങ്ങൾ തിരക്കുള്ള മനുഷ്യനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അരമണിക്കൂർ മതി. നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾ പറഞ്ഞാൽ ഇല്ലെങ്കിൽ നിങ്ങള് പിന്നെ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് ആദ്യം പറയാം. അതുപോലെ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കണം? അല്ല, എനിക്ക് അറിയേണ്ട രണ്ട് വിഷയമാണ്. ഒന്ന്, മർക്കസിലുള്ള മുടിയുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ചില സംശയങ്ങൾ. രണ്ടാമത്തത് അത് നിങ്ങള് ചോദിക്കേണ്ടത് മർക്കസിൽ പോയിട്ട് ചോദിക്കണം. അല്ല, ഇത് ഓരോ നിങ്ങൾക്കറിയില്ല, ആധികാരികമായിട്ട് പറയാൻ കഴിയൂല. അത് അവിടുന്ന് ചോദിക്കണം. വേറെ എന്താ? അല്ല, മർക്കസിലെ മുടി എന്ന് പറഞ്ഞാല് പിന്നെ മർക്കസിലുള്ള മുടിനെ പറ്റിയിട്ടുള്ള ചോദ്യമല്ല. ഒരു മുടി എപ്പോഴാണ് തിരികെ ചാവുക, അല്ല ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് നിസ്ബ ചെയ്യാനുള്ള മാനദണ്ഡം എന്തൊക്കെയാണ്, ഇനി പിന്നെ റസൂലുള്ളാഹിയിലേക്ക് കളവ് പറയുന്നതിന്റെ വിധി എന്താണ്, ഇനി റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞ ഒരാൾ പറയുന്ന പിന്നെ സാക്ഷി നമുക്ക് സ്വീകരിക്കപ്പെടാൻ പറ്റുമോ, ഇത്തരം വിഷയങ്ങൾ മർക്കസ് കിതാബിലുള്ള വിഷയമല്ലേ. അത് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് അറിയല്ലോ. മർക്കസിലുള്ള മുടി എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയാണെങ്കിൽ നിങ്ങൾ അവിടെ ചോദിക്കാം. അല്ല, അതുമായി ചർച്ച ചെയ്ത വിഷയമല്ലേ? നിങ്ങളിപ്പോ എന്താ പുതിയതായിട്ട് ചോദിക്കാനൊന്നുമില്ലല്ലോ. അല്ല, എത്രയോ പോലെ ചർച്ച ചെയ്ത വിഷയമാണ്. അല്ല, അല്ല ഉസ്താദെ, എത്രയോ ചർച്ച ചെയ്തിട്ട് അതിനൊന്നും മറുപടി കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ. ആരോടങ്ങൾ ചോദിച്ചിനെ? ഞാൻ പേരോട് ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട്, മറുപടി കിട്ടിയിട്ടില്ല. പൊന്മൾ ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട്, മറുപടി കിട്ടിയിട്ടില്ല. എപി ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട്, മറുപടി കിട്ടിയില്ല. അതിനൊന്നും മറുപടി കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചിട്ട് മറുപടി ഇല്ലാത്തൊരു വിഷയമാണെങ്കിൽ? അല്ല, ഓരോരുത്തരും മറുപടി ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ സംഘടനയിൽ മാറിക്കേണ്ടി വന്നത്. സംഘടന ഇല്ലാത്ത ഒരാളെപ്പല്ലേ മാറിക്കുന്ന ഒരാളാ? അതെ അതെ, സംഘടന മെമ്പർഷിപ്പ് 2016 വരെ ഉണ്ട്. പക്ഷെ ഞാൻ ആ സംഘടനന്റെ പിന്നെ ഒഴിഞ്ഞതാണ്, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പോ നിങ്ങളെപ്പോലെ നിങ്ങളിപ്പോ പിന്നെ നിങ്ങളൊക്കെ മുമ്പ് ഒരുപാട് പരിപാടിക്ക് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനും താല്പര്യമില്ല. സുന്നി പ്രവർത്തകനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അല്ല, സുന്നി പ്രവർത്തകൻ തന്നെ ഇപ്പോഴും. അല്ല, നിങ്ങൾ ഈ കൈയൊഴിയാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു ഉസ്താദ്? നിങ്ങൾ വളരെ മാന്യമായി പെരുമാറാൻ നിങ്ങളോട് അങ്ങനെ പറയേണ്ട ഒരു ബാധ്യത ഒന്നും ഇല്ലല്ലോ കൈ ചെയ്യാൻ. അല്ല, അങ്ങനെയല്ലല്ലോ. നിങ്ങൾ പിന്നെ അങ്ങനെയാണ് ഞാൻ വിദേശത്ത് നിന്ന് വിളിച്ചപ്പോൾ നേരിട്ട് പറയാൻ നിങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഉസ്താദിനോടും മറ്റോടൊക്കെ ചോദിച്ചത് കിട്ടാത്ത ഉത്തരത്തിന് കിട്ടിയിട്ട് കാര്യമില്ല. അല്ല, അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരെക്കാളും കഴിഞ്ഞ ആളുകളല്ലോ. ഉസ്താദിനെ അറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞു വരും. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ചിലപ്പോൾ ഉസ്താദിനെ അറിയും. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ മതപരമായ വിഷയത്തിൽ അറിയാത്ത കാര്യം എനിക്കറിയുന്ന വിശ്വസിക്കണം. അപ്പൊ നിങ്ങൾ പറഞ്ഞ വാദാണ് ഉസ്താദിനുള്ളത്? ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ പറ്റുമെന്ന് മുജാഹിദീങ്ങൾ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നത് ഒരു വിഷയത്തിൽ നിന്നല്ല, ഒരു വിഷയത്തിൽ. ആയിക്കോട്ടെ, എന്നാ ഞാൻ ചോദിക്കുന്നത്, ഈ മുജാഹിദീങ്ങൾ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അവരോട് പറയാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മരിച്ചവർ സഹായിക്കും എന്നുള്ളത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിഷയമാണ്? നിങ്ങൾ ആദ്യം നിർത്താൻ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. അത് ശരി. റസൂലുള്ളാഹിക്ക് നേരില്ല എന്നുള്ളത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. മരിച്ചവർ സഹായിക്കും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മൾ പറഞ്ഞു. പിന്നെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടില്ല നിങ്ങൾ പറഞ്ഞ അത് ചർച്ച ആവശ്യമുള്ളപ്പോഴേ പറയാം. അല്ല, നിങ്ങൾ മുക്കത്തുനിന്ന് എന്താ പറഞ്ഞത് ഞാൻ കേട്ടല്ലേ? റസൂലുള്ളാഹിന്റെ മാതാപിതാക്കളെ വിഷയവും റസൂലുള്ളാഹിന്റെ നേരുള്ള വിഷയവും ജനങ്ങളോട് പറയണമല്ലോ. നിങ്ങൾ ചോദിച്ച് ഞങ്ങളോട് പറയണ്ടേ?
അങ്ങനല്ല നമ്മള് പറഞ്ഞത്. പറഞ്ഞ എന്താന്ന് പറഞ്ഞാല് പിന്നെ അല്ല ഞാൻ ആലോചിക്കുന്നത് ഈ റസൂലുള്ളാഹിക്ക് നേരെ ഇല്ലാന്ന് പറയുന്ന ജനങ്ങൾക്ക് ഉൾക്കൊള്ളൂലേ? ഇപ്പൊ കേൾക്കേ, നിങ്ങൾ മാത്രം പറയില്ലേ. അന്ന് പറഞ്ഞോളി. മുസ്ലിങ്ങൾക്കിടയിൽ ഒരു തർക്ക വിഷയമല്ല റസൂലുള്ളാഹിക്ക് നിഴലുണ്ടാവുന്നത്. നമ്മൾ സുന്നികളുടെ സുന്നികൾ വിശ്വസിക്കുന്നതാണ് റസൂലുള്ളാഹിന്റെ പിന്നെ നിഴലുണ്ടാവില്ല. അത് റസൂലുള്ളാഹിന്റെ ഒരു പവിത്രതയുടെ ഭാഗമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന. അല്ല ആ പവിത്രതയ്ക്ക് പേരെടുക്കാതെ കത്തിവെച്ചു. ഖുസൂസിയാത്തുകൾ എത്രയുണ്ട്? ഒരു 10-60 മറ്റ് അമ്പിയാക്കൾക്ക് ഇല്ലാത്ത പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതിൽ ഓരോന്നും എന്തില്ല, ഓരോ ജുസിയാത്തുകളും സാധാരണക്കാർക്ക് അറിഞ്ഞോളണമെന്നില്ല. മൊത്തത്തിൽ റസൂലുള്ളാഹിന്റെ ഇത് പഠിച്ചാൽ മതി. അല്ല ഞാൻ ചെയ്യട്ടെ, വിഷയങ്ങൾ നമ്മൾ തെരുവിൽ കൊണ്ടുപോയിട്ട് വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. അല്ല ഉസ്താദ്, ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, തെരുവിൽ കൊണ്ടുപോയിട്ട് ഈ വിവാദം ആരെ ഉണ്ടാക്കിയത്? ആദ്യം ആരെന്റെ പേരുസ്താദ് ഉണ്ടാക്കിയ? അല്ല പേരുസ്താദല്ലേ തെരുവിൽ കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹിക്ക് നേരിട്ട് ആരും പറഞ്ഞു? ആരും ചോദിച്ചില്ലേനോ? അല്ലേ? നിങ്ങൾ സംഘടനാ നേതാവായതുകൊണ്ട് പേരോട് വേണ്ടി ക്ലിപ്പ് ഉണ്ടാക്കി കൊടുക്കണം പോലത്തെ ആൾക്കാർ. അല്ല പേരോട് സംഘടനാ നേതാവായതുകൊണ്ട് നിങ്ങൾ വെള്ളം പൂശണ്ട. നാദാവ് അപ്പൊ നിങ്ങൾ നേരിട്ട് സംസാരിക്കില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല ഇപ്പാണ് നിങ്ങൾക്കൊക്കെ നിർത്തല്ലേ നല്ലത്? പിന്നെ നിങ്ങൾ എന്തിനാ ആളെ കബളിപ്പിക്കാൻ വേണ്ടി ചോദിച്ചത്? നിങ്ങൾ ഒരാൾക്കും നിങ്ങളെ കൂട്ടത്തിലുള്ള തല കെട്ടിയിട്ട് ഒരാൾക്കും ഈ വിഷയം സമർപ്പിക്കാൻ